ഇന്നാണ് അവൾ തിരിച്ചു പോകുന്ന ദിവസം. അപ്പൂച്ചിയുടെ പൊന്ന് ഞാനാന്ന് പറയുന്നടി. ആണോ അടി വെച്ചു? ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൂന്റെ മടി കയറിയിരിക്കണം. അമ്പിളി ചേച്ചിയുടെ വീട് പണി. എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളതാണെങ്കിൽ അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അത് ഓരോ കാര്യങ്ങളും നടന്ന് കിട്ടിയപ്പോഴത്തേക്കും അപ്പൂച്ചേനാണ് ഇഷ്ടം. ഫസ്റ്റില് തന്നെ കുറച്ച് ദിവസം ണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ആ ഫോണിലാണ് എടുക്കുന്നത്. വിയല്ലാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളെ ഓർമ്മയുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ ഒന്ന് നോക്കി അങ്ങോട്ട് മുഖം കാണിക്കേ. അയ്യോ, എന്നെ ഓർമ്മയുണ്ടോ മുഖം കാണിക്കും. മുഖം നിങ്ങൾ ഈ കണ്ണ് കണ്ടിട്ടുണ്ടാവത്തില്ല, കാരണം ഫുള്ള് മുടിയായിരുന്നു. നമ്മൾ ഫുള്ള് ട്രിം ചെയ്ത് മാറ്റി ഇപ്പൊ ഇച്ചിരി കൂടെ രോഗം വന്നാണ് കേട്ടോ. ഹലോ അങ്ങോട്ട് കാണിക്കേ. പിന്നെ കാല് വേണ്ടി ഇവിടെ ഓക്കെ ആയി, ഏകദേശം ഓക്കെ ആയി കേട്ടോ. അപ്പം നമ്മളൊരു മെഡിസിൻ ഒക്കെ കൊടുത്ത് ഓക്കെ ആകുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ പുറത്തുള്ളവരെല്ലാം സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒത്തിരി ആളുകളുമായിട്ട് കോൺടാക്ട്സ് ഉണ്ട് പുറത്തുള്ളവർ. കാരണം നമ്മുടെ ഇടുന്ന ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് അല്ല കേട്ടോ. കാരണം ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അല്ലാതെ നമുക്ക് മറ്റേ ടിക്കറ്റ് വഴി ഓർഡർ തരുന്നവർ ഏറ്റവും കൂടുതൽ പുറത്തിരിക്കുന്നവരാണ്. ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആദ്യം തന്നെ കേട്ടോ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പുറത്തുള്ള അതായത് ഇപ്പോൾ നമ്മുടെ ആണെങ്കിലും വാവച്ചി കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി പോകേണ്ടതായിരുന്നു. ഇന്നാണ് അവൾ തിരിച്ചു പോകുന്ന ദിവസം. അപ്പം അങ്ങനെയാണ് കുറേ നാൾ കൂടി ഒരു വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറേ വിശേഷങ്ങളുണ്ട് ഇന്ന് പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായി. കുറേ എനിക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. എവിടെ വീഡിയോ? കഴിഞ്ഞ ദിവസം ചേട്ടനെ കടയിലെ നമ്പറിലോട്ട് വിളിച്ചിട്ട് എന്നാ പിള്ളേർ വീഡിയോ ഇടാത്തേ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ദേഹത്ത് ചോക്ലേറ്റ്. നിന്റെ ദേഹത്ത് എങ്ങനെയാണ് ചോക്ലേറ്റ് വന്നത്? ആ ലക്ഷ്മി എടുത്തുനിന്ന് കഴിക്കുമ്പോൾ ചോക്ലേറ്റ് പറ്റിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെയാണ് ചോക്ലേറ്റ് വന്നേ? അപ്പം ഏകദേശം എനിക്കൊന്നു 15-16 ദിവസമായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. ഒത്തിരി ഇത്രയും ലോങ് ആയിട്ട് വീഡിയോ ഇടാതിരിക്കുന്നത് കുറേ നാൾ കൂടി ആദ്യമായിട്ടാണ് ആരംഭിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വിഷയം. വാട്സപ്പിൽ നിന്ന് പുറത്തുനിന്ന്. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഒത്തിരി പണികളുണ്ട് ഒരു ദിവസം തീർക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അമ്മമാര്, ന്യൂ പേരൻസും അച്ഛന്മാരും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവർക്ക് റിപ്ലൈ കറക്റ്റായിട്ട് കൊടുക്കണം. 100-200 എൻക്വയറീസ് വരും ഒരു ദിവസം. അപ്പോൾ അതിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മളെല്ലാവരും ഒത്തിരി യാത്രകൾ ചെയ്യുന്നതല്ലേ. ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു യാത്രയിൽ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അഗാരോയുടെ ഗാലക്സി പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ആണ് കേട്ടോ. ഇത് മസ്റ്റ് ബൈ ഐറ്റം ആണ്. കാരണം നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ന്യൂസിൽ കാര്യങ്ങളൊക്കെ കണ്ടു. ചില വണ്ടികളൊക്കെ ഓടുന്ന വഴിക്ക് കത്തുന്നത് ടയറിൽ നിന്ന് തീ പിടിച്ച്, അതായത് എയർ കുറവായിട്ട് ടയറിൽ നിന്ന് തീ പിടിച്ച് വണ്ടി ഫുള്ള് കത്തിപ്പോകുന്ന അവസ്ഥയും. നമ്മൾ ഒരു ലോങ് ഡ്രൈവിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. കുറേ ഐറ്റംസ് ഉണ്ട്, അതിനകത്ത് ഏറ്റവും മസ്റ്റ് ബൈ ഐറ്റം ആണ് ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ കേട്ടോ. ഇങ്ങനെ ഒരു മെയിൻ യൂണിറ്റ് ആണ് ആദ്യം വരുന്നത് കേട്ടോ. ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ഹോസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അറ്റത്തും ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കവറിങ് വരുന്നുണ്ട്. നമ്മൾ നേരെ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുക. ഇവിടെയാണ് കേട്ടോ കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെയാണ് മൾട്ടി പർപ്പസ് കുറേ നോസിൽസ് ഇതിൻ്റെ കൂടെ ഉണ്ട്. ആ നോസിൽസ് കണക്ട് ആക്കേണ്ടത് വേണ്ട ഇവിടെയാണ്. നമുക്ക് ജസ്റ്റ് വേണ്ട ഇങ്ങനെ വെക്കുവാണെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് വേണ്ട കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത് വേണ്ട ഇവിടെയാണേ. ഇവിടെ പവർ ബട്ടൺ വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ PSIയിലുള്ള, അതായത് സൈക്കിള്, ബോള്, കാറ്, ബൈക്ക് ഓരോന്നിനുമുള്ള PSI ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് PSI ആണോ വേണ്ടത്, ഇപ്പോൾ കാറിനാണെങ്കിൽ 36 ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. കാറിലോട്ട് നമുക്ക് ഈ നോസിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പവർ ബട്ടൺ കൊടുക്കുമ്പോൾ ഇതിനകത്തൂടെ എയർ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. ഇതിപ്പം ചാർജ് കുറവാണ്. ഒരു ഫുൾ ചാർജിങ്ങിൽ 4 വീലും നമുക്ക് നിറയ്ക്കാനായിട്ടുള്ള ആ ഒരു പ്രഷർ ഇതിനകത്തുനിന്ന് ജനറേറ്റ് ആകും കേട്ടോ. ഇപ്പം ചാർജ് കുറവാണ്. ഈ ഒരു ചാർജിങ്ങിൽ തന്നെ നമുക്ക് ഒരു ടയർ എന്തായാലും നമുക്ക് 4 ടയറോട് ഒന്നിച്ച് പഞ്ചർ ആകുമല്ലോ എന്തായാലും. അപ്പോൾ ഒരു ടയർ ചെയ്യാനായിട്ടുള്ള ചാർജ് ഇതിനകത്തുണ്ട്. ഞാൻ ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ നമ്മൾ പ്രഷർ നിറയ്ക്കുമ്പോഴും നമ്മൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രം പിന്നെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരെണ്ണം ഞാൻ ഡെമോ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ രാത്രിയിൽ എവിടെയെങ്കിലും പെട്ട് പോവുകയാണെങ്കിൽ അറ്റൻഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്ലാഷ് ലൈറ്റ് തരുന്നുണ്ട്. നോർമൽ ഫ്ലാഷ് ലൈറ്റ് തരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇത് കണ്ടോ,
അലയിട്ട് കാണിക്കാൻ വേണ്ടി റെഡ് കളർ ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് താഴെയാണ് ചാർജിങ് പോർട്ടുകൾ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ ഒരു USB ഇതുണ്ട്. പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് C പോർട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മൊബൈലുമായിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുമേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോസിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം കറണ്ട് വേണ്ട 23.5 നമുക്ക് ശരിക്കും വേണ്ടത് 36 വേണ്ടത്. 36 നമ്മളിട്ട് ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പം അത് കറക്റ്റ് പ്രഷർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റി. ഇനി എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി കാറിൻ്റെ ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇതിൽ ഈ പവർ ബട്ടണിൽ കൊടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതാണ് കാണിക്കുവേ. വേണം കാറിൻ്റെ നമുക്ക് നോക്കാവേ. കാരണം 36 വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വേണേൽ അഡ്ജസ്റ്റും ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ കൊടുക്കുവാണേ പവർ ബട്ടണിൽ. 36 ആകുമ്പോൾ നിൽക്കുമോ നമുക്ക് നോക്കാം കേട്ടോ. ഇത് നമുക്ക് കണക്കിയിട്ട് എങ്ങോട്ട് വേണേലും മാറി വേണേലും നിൽക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റ് മേടിക്കാനായിട്ടുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മസ്റ്റ് ബൈ ഐറ്റം ആണ്. ഒരു ഫാമിലിയിൽ എന്തായാലും വേണ്ട. നമ്മൾ ഫാമിലിയോടെ പുറത്ത് പോകുന്നവരാണ്, ലോങ് ഡ്രൈവ് പോകുന്നവരാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഇത് കരുതിക്കും. നമ്മൾ കൂടുതലും അതായത് നമ്മൾ പറയാനായിട്ട് കാരണം ഇപ്പം നമ്മളെല്ലാവരുടെയും വണ്ടി ട്യൂബ്ലെസ് ആണ്. ട്യൂബ്ലെസ് ആകുമ്പോൾ നമുക്ക് കുറേ നേരം, അതായത് ഇൻ കേസ് ഒരു പഞ്ചർ ആയാൽ പോലും കാറ്റിറങ്ങി പോകാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്ന ആ ഒരു രാവിലെ എണീറ്റ് വരുമ്പോഴായിരിക്കും കാറ്റില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത്. ആ ഒരു ടൈമിൽ നമുക്കിത് കാറ്റടിച്ചിട്ട് പോയി പഞ്ചർ ഒട്ടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റ് ബൈ ഐറ്റം ആണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമന്റ് ബോക്സിലുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. ഒത്തിരി അമ്മമാരും ന്യൂ പേരൻസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മളവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കണം. കറക്റ്റ് സമയത്ത് അവരുടെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ എത്തിക്കണം. വീട്ടിൽ തന്നെ മാക്സിമം എത്തിച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെയൊക്കെ ടെൻഷനും ഓട്ടവും കാര്യങ്ങളും ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ. ഷോപ്പിൽ തന്നെയാണ്. അതെ അതെ അതെ, മിക്ക ഫാമിലി മെമ്പേഴ്സ് ഷോപ്പിൽ വന്ന് നമ്മളെ കാണുന്നുണ്ട്. അതെ, അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. പിന്നെ വാവച്ചി പോയോ എന്നൊക്കെ ചോദ്യങ്ങൾ കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. വാവച്ചി കഴിഞ്ഞ മാസം അവസാനമാണ് പോകാനായിട്ട് ഇരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാനായിട്ട് നമുക്കെല്ലാവരും അവൾ കുറച്ചുനാളുകൂടി ഇവിടെ വേണം എന്നൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അവൾക്ക് കുറച്ചുകൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്കിപ്പോൾ അവൾ അങ്ങോട്ട് കയറിപ്പോയാൽ നമുക്കും ഭയങ്കര ടെൻഷനാണ്. എന്തായാലും മൊത്തം രൂക്ഷമല്ല എല്ലാ രീതിയിലും. അവിടെയുള്ളവരെല്ലാം സേഫ് ആണെന്ന് പറഞ്ഞാലും നമുക്കൊരു ടെൻഷനാണ് ഇവിടുന്ന് അവൾ പോകുമ്പോൾ. അതായത് ഫ്ലൈറ്റ് ഒക്കെ തിരിച്ച് പലതും വിടുന്നു, അതായത് ഇതിന്റെ ഫ്ലൈറ്റിനൊക്കെ ഭീഷണി ഉണ്ടെന്നൊക്കെ കേട്ടു. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എന്തായാലും അവളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ന് പോകേണ്ട ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. അതുകൊണ്ട് ആവശ്യം ഇന്ന് ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ അവളോട് ഒരു ദിവസം ഇരിക്കാം എന്ന് വിചാരിച്ച് ഇരുന്നതാണ്. കുഞ്ഞുങ്ങളെ ഇന്ന് രാവിലെ സ്കൂളിൽ വീട്ടിൽ അമ്മയുടെ ഓടി പോയി പറഞ്ഞു, അമ്മ എണീക്കണ്ട, കുറച്ചുകൂടെ കിടന്നു, എന്നിട്ട് നമുക്ക് ഇന്ന് പിള്ളേരെ വിടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളും രാവിലെ എണീറ്റ് കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് അങ്ങനെയാണ് രാവിലെ വിടുന്നത്. അപ്പോൾ അമ്മ ആ സമയം കൊണ്ട് ഫുഡ് ഉണ്ടാക്കും. അങ്ങനെയാണ് അവൾ ഞങ്ങൾ ഒരുക്കും. അങ്ങനെ അപ്പം പറഞ്ഞ് ഇന്ന് വിടാതിരുന്നു. അപ്പോൾ എന്തായാലും അവളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി കേട്ടോ. അത് ഒരു പരിധി വരെ നമുക്ക് സന്തോഷമുണ്ട്. കുറച്ച് ദിവസം കൂടെ അവളെ ഇവിടെ കിട്ടുകയും ചെയ്യും. അതെ, കുറച്ച് ദിവസം കൂടെ അവൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്. ഏറ്റവും വലിയ വിഷമം ഉണ്ടാകാൻ പോകുന്നത് അവർക്ക് രണ്ടുപേർക്കുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നിലവിലത്തെ വിശേഷങ്ങൾ. പിന്നെ തുടക്കത്തിലെ വിശേഷം പറയാനായിട്ടാണെങ്കിൽ അമ്പിളി ചേച്ചിയുടെ വീട് പണി വാർക്ക് കഴിഞ്ഞു. അത് നിങ്ങളില്ലെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പം വാർക്ക് കഴിഞ്ഞ് എല്ലാവരോടും ഒരു 100 കോടി പ്രണാമം കേട്ടോ. അത്രയും നന്ദിയുണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന്. കാരണം നമുക്ക് കുറച്ച് ഡിലേ വന്നു. കാരണം മഴ, പിന്നെ രണ്ടു കൂട്ടരുടെ സാഹചര്യങ്ങൾ, മേസ്ത്രി ഇല്ലായ്മ, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡിലേ വന്നായിരുന്നു. എങ്കിലും അത് ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കംപ്ലീറ്റ് ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പോയി നിന്ന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അന്നേരം പൈസ ഇട്ട് കൊടുത്ത് റെഡിയാക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അത് കറക്റ്റ് ഒരു മേൽനോട്ടത്തിൽ തന്നെ എല്ലാ കണക്കുകളും നോക്കി തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനകത്തൊരു വലിയ നന്ദി നിങ്ങൾ ഓരോരുത്തരോടും പറയാനായിട്ടുണ്ട്. അതുകൊണ്ടുകൂടെയാണ് ഒത്തിരി വൈകാതെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി കൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വിശേഷങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കൂടെയാണ് കൂടുതൽ അറിയിക്കുന്നത്. കാരണം നിങ്ങൾ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമുക്കൊരു വീഡിയോ ആയിട്ട് ലെന്തിൽ വന്നിരിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അത് നമ്മുടെ പ്രശ്നങ്ങളല്ല, നമുക്ക് സ്റ്റാഫ് കുറവാണ്. ഇപ്പോൾ ചേട്ടൻ മാത്രമേ ഉള്ളൂ കടയിൽ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതേപോലെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റാഫുകളെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ. നമുക്ക് റെഡി ആവുന്നവരെ നമ്മൾ എന്തായാലും നിർത്തും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. പിള്ളേർ ഇന്ന് ഇവിടെ ഉണ്ട്. പിള്ളേരെ കാണിച്ചു തരാം കേട്ടോ. വാവനെയൊക്കെ കാണിക്കാം, എല്ലാവരും കാണിച്ചൊക്കെ തരാം. പിന്നെ ചിട്ടുമണി സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും മിക്കി സുഖമായിട്ട്. എല്ലാവരും ചോദിക്കുന്നത് മിക്കി എന്ത് ചെയ്യുന്നത്? മിക്കി സുഖമായിട്ട്. മിക്കിയെ കാണിച്ചു തരാം കേട്ടോ. മിക്കി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും രശ്മി എന്റെ പുറകെ ഓടി വന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ അച്ഛൻ വരാം എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടാന്ന് കേട്ടോ. പിന്നെ കുഞ്ചൂസിന് വിശേഷങ്ങൾ പറയാനുള്ള കുഞ്ചൂസിന് നമ്മള് പറയാഞ്ഞ ഒരു വിശേഷമുണ്ട്. ഈ വർഷം ഫസ്റ്റില് കുഞ്ചൂസ് ഒരു
ഞങ്ങളൊരു മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ അന്ന് പറഞ്ഞു ഇവളെന്റെ അടുത്ത് ഇങ്ങനെ നമുക്ക് ടേബിളിന്റെ അടി കയറിയിരുന്നു മുന്തിരി തിരണം. മുന്തിരി ഒന്നും കിട്ടാനില്ലായിരുന്നു, ഗ്രീൻ മുന്തിരി കിട്ടാനില്ലായിരുന്നു. അവസാനം ഇവളെവിടെ പോയിട്ട് വലിയ മുന്തിരിയൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പൊ ഞങ്ങളത് ഭയങ്കര ഫണ്ണി ആയിട്ട്, ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഫണ്ണി ആയിട്ട് അത് ചെയ്തു. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളതാണെങ്കിൽ അത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അത് ഓരോ കാര്യങ്ങളും നടന്ന് കിട്ടിയപ്പോഴത്തേക്കും നമ്മളൊന്നും നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറയാത്തതിന് കാര്യമില്ല, നടന്നു കഴിഞ്ഞിട്ട് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം കുറെ മെച്യൂരിറ്റി അതിൻ്റെയൊക്കെ കുറവ് കാരണം നമ്മൾ എന്തും നേരത്തെ മുൻകൂട്ടി പറഞ്ഞ് നമുക്കത് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ഉണ്ടാകാറുണ്ടായിരുന്നു. ഇന്നത് നമ്മൾ ഒന്നും പറയാതെ ഇപ്പൊ വീഡിയോ പോലും ഇടാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് എന്താ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വർഷം ഫസ്റ്റിൽ തന്നെ കുഞ്ചൂസ് 17 Pro എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ആ ഫോണിലാണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മള് അതായത് ന്യൂ ഇയറിന്റെ ആ ഒരു ഫസ്റ്റ് ആയിട്ടാണ് എടുത്തത്. അന്നേരം ഇറങ്ങിയ സമയത്ത് വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എടുത്തതിന് ശേഷമാണ് പറഞ്ഞത്. അത് അവളുടെ സ്വന്തം സേവിങ്സ് വെച്ചിട്ടാണ് അവൾ എടുത്തത്. അപ്പം അത് ആ ഒരു നിമിഷത്തിൽ എടുക്കാൻ പോയ ഒരു നിമിഷത്തിലാണ് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെ ഒരു ഐഡിയ എനിക്ക് ഇതൊക്കെ തന്നു കേട്ടോ, നമുക്കത് വേണേ വ്ളോഗൊക്കെ ആയിട്ട് ചെയ്യായിരുന്നു, വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി എന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്റെ ഫോണും പോയായിരുന്നു കംപ്ലീറ്റ്. എനിക്ക് ഫോണിൽ ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ ഫോക്കസ് ആവത്തില്ല. പിന്നെ ഇവളുടെ ഫോൺ ആണെങ്കിലും വീഡിയോ എടുക്കാനായിട്ടുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം കംപ്ലീറ്റ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് മാറിപ്പോയത് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടോ ഒന്നും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോംസ് ഇതൊന്നും ഫോണില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇവൾ എന്നെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ അടുത്ത് ഒരു അത്രയൊന്നും പോകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അവള് പറഞ്ഞു എടുത്തോ. ഞാൻ ചോദിച്ചു EMI അല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവള് പറഞ്ഞു അല്ല റെഡി ക്യാഷ് ആന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്നത് നമ്മുടെ ഒരു കസിൻ അല്ല അനിയൻ കസിൻ വേണേ പറയാട്ടോ, കാരണം ഒരു ഫ്രണ്ടാണ് അവളുടെ അല്ലെ അനിയൻ എന്ന് പറയാ. അവനും ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി. ആ റീൽ ഞാൻ ഇടാം കേട്ടോ, ഇതിന് ഇടാം. അപ്പൊ നമ്മള് റെഡി ക്യാഷ് ആന്ന് പറഞ്ഞു പേയ്മെന്റ് ചെയ്ത് മേടിച്ചു കേട്ടോ. അത് ഒരു ഇതിലുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം നടന്നു. അതേപോലെ പല കാര്യങ്ങളും നടക്കുന്നു കടയിൽ. നമുക്ക് എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടാണ് പറയുന്നത്. കടയിൽ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാനായിട്ടോ വീട്ടിലിരിക്കാനായിട്ടോ സാധിക്കല്. കടയിൽ എപ്പോഴും ബിസി ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അത് കംപ്ലീറ്റ്ലി അതുപോലെ 24 hours ബിസിയാണ്. ഇപ്പൊ ഞാൻ ഇച്ചിരി നേരം ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ, ദൈവം അങ്ങനെ തന്നെ കൊണ്ടുപോട്ടെ. അപ്പൊ അത് ഒത്തിരി അഭിമാനത്തോടെ സന്തോഷത്തോടും കൂടി പറയുന്നു. അതിന് മെയിൻ പങ്ക് വഹിക്കുന്നത് രാഹുൽ ചേട്ടാണ് കേട്ടോ. കാരണം ചേട്ടായി ഇല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം നമ്മൾ വഴക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണോ. പക്ഷെ അങ്ങനെയല്ല, ചേട്ടൻ ഞങ്ങളെ വഴക്ക് പറയും, ഞങ്ങളും പറയും, എല്ലാം അങ്ങനെ. അതായത് ചേട്ടയെ അവിടുത്തെ മുതലാളിയാണ്, നമ്മളും അവിടുത്തെ അല്ലെ ഞങ്ങളുടെ സ്റ്റാഫാണ് എല്ലാവരും അങ്ങനെ. അപ്പം ആര് വന്നാലും നമ്മൾ അങ്ങനെ തന്നെയാണ് അവരുടെ അടുത്ത് നിൽക്കാറുള്ളത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പൊ ചേട്ടയാണ് മെയിൻ എല്ലാം. ചേട്ടായി വന്നാൽ പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് ചേട്ടായാണ്, എത്തിയതും എല്ലാം ചേട്ടായി കാരണമാണ്. അപ്പം ഇന്നിപ്പം ചേട്ടായി ഷോപ്പില് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. A to Z. ഒരു ഗർഭിണി വരുന്നു, നമ്മളെ ചിലപ്പോ ഒരു അതുപോലെ ഹാൻഡിൽ ചെയ്ത് കിറ്റുകളെല്ലാം നല്ല രീതിയിൽ എടുക്കണം. എല്ലാരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്. അതെ. അപ്പൊ അങ്ങനെ എല്ലാം പോകുന്നു, നല്ല രീതിക്ക് പോകുന്നു. പിന്നെ നമ്മൾ കാർ പാർക്കിങ്ങിന് ഒരു ഏരിയ ബാക്കിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചങ്ങനാശ്ശേരി ഒരു കടയിലും പാർക്കിംഗ് ഇല്ല. സെൻട്രലിലുള്ള ഒരു കടയിലും പാർക്കിംഗ് ആരും പ്രതീക്ഷിച്ചു പോലും. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് മറ്റേണിറ്റി ആയതുകൊണ്ട് മാത്രം, അതായത് ഗർഭിണികളായതുകൊണ്ട് മാത്രം നമ്മൾ ഒരു 2 കാർ ഇടാനായിട്ട്, മാക്സിമം 2 കാർ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ചങ്ങനാശ്ശേരി നമ്മുടെ ഷോപ്പിന്റെ പുറകിലായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ കുറച്ച് ഗേറ്റിന്റെ പരിപാടി അങ്ങനത്തെ കുറച്ച് പരിപാടികളൂടെയൊക്കെ ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുന്നു, ഓരോന്നോരോന്ന് ഇങ്ങനെ പയ്യെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് വരുന്നു ഓരോ കാര്യങ്ങൾ. പിന്നെ ഷോപ്പിൽ നമ്മൾ എല്ലാ രീതിയിലും മറ്റേണിറ്റിയുടെ എല്ലാം A to Z ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ആക്കി എല്ലാം നല്ല രീതിക്ക് പോകുന്നു. കുഞ്ഞുങ്ങള് ലക്ഷ്മി പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്, ആമി LKG UKG കയറാൻ പോകുന്നു. പിള്ളേരൊക്കെ വളർന്ന് പെട്ടെന്ന് വരുന്നു. നിങ്ങൾ കുഞ്ഞായിട്ട്, അതായത് ഞങ്ങളുടെ ഒരു പ്രഗ്നൻസി റിലീവിങ് വീഡിയോ തൊട്ട് കൂടിയവരാണ് പലരും ഇടയ്ക്ക് പൊഴിഞ്ഞു പോയെങ്കിലും ആ വീഡിയോ കാണാതെ പോയെങ്കിലും ഇന്നും കാണുന്നവരുണ്ട് കേട്ടോ ഒത്തിരി പേര്. അത് ഒത്തിരി സന്തോഷം തരുന്നവരാണ്. ഒരാളാണെങ്കിൽ പോലും നമ്മുടെ വീഡിയോ പണ്ട് തൊട്ട് ഇന്ന് വരെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഇരുന്നിരുന്ന് മടുത്തെന്ന് തോന്നുന്നു. അവളുടെ മുഖം നോക്കി ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മുഖമാണ്. ഇവിടെ ഭയങ്കര കുരുത്തങ്കട്ട പെണ്ണാണ് കേട്ടോ ഇവള്. ഞാൻ ഇടയ്ക്ക് പിച്ചിക്കൊണ്ടിരിക്കുവേ, വേദന ഒന്നും എടുപ്പിക്കത്തില്ല കേട്ടോ. കണ്ടോ ഇങ്ങനെ ഞാനുണ്ടല്ലോ ഇങ്ങനെ മസാജ് ചെയ്യുവേ. ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കൈ മാറ്റുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവള് ഈ കൈ പിടിച്ച് എന്റെ കൈ ഇങ്ങനെ വെപ്പിക്കും. ഇവർക്ക് ഇവിടെ പുതിയ ബെഡൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ബെഡൊക്കെ ഉണ്ട്. ഇവിടെ പേര് പെണ്ണെ ഉണ്ടോ, എന്നെ ക്യൂട്ടാന്ന് നോക്കി. അതായത് ഇങ്ങ് വരെ, അതായത് ചെവി തേണ്ട ഇങ്ങ് വരെ ആയി കേട്ടോ. ഇത് കണ്ടോ
ഇന്ന് കാണിച്ചു കൊടുത്ത ചെവി. എല്ലാരും ചെവി ഒന്ന് നോക്കാം, അതിനകത്തോണ്ട് നോക്കിയേ. എല്ലാരും ഹായ് പറഞ്ഞു. ചിട്ടുവിനെ നോക്കിക്കേ, ചിട്ടുവിനെ, ചിട്ടുമണിയെ നോക്കിയേ. കണ്ണില് കണ്ടോ ഇത് വന്നേക്കുന്ന റൗണ്ട്. ചിട്ടു അങ്ങോട്ട് നോക്കിയേ. ചിട്ടു എനിക്ക് വേണ്ടി എല്ലാരും ഒരു ലൈക്ക് അടിക്കാൻ പറഞ്ഞേ. മിടിക്കുക കേട്ടോ, എല്ലാം പറഞ്ഞാൽ എല്ലാം കേൾക്കും. എല്ലാം മെരുക്കി ആയിട്ട് വരുന്നുണ്ട്. ഇനി അമ്മ ആവാനായിട്ടൊക്കെ ആയായിരുന്നു, പക്ഷെ നമ്മള് ചെയ്യിപ്പിച്ചില്ല. കാരണം കുഞ്ഞല്ലേ, ചെയ്യിപ്പിച്ചില്ല. കുഞ്ഞായോണ്ടാട്ടോ. കാരണം പക്ഷെ ഇത്ര ആവത്തുള്ളൂ. നമ്മള് കുഞ്ഞാന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇനി ബാക്കി വിശേഷങ്ങളോട്. പിന്നെ വേറെന്താ വിശേഷം പറയാൻ വേണ്ടിട്ടുള്ള? അത്യാവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ വരുന്നത് നമുക്ക് മുൻകൂട്ടി നമ്മൾ പറഞ്ഞില്ല, ഒന്നും പറയുന്നില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് പോകും. അതെ അതെ. പിന്നെ നമ്മള് ചിറ്റാമയ്ക്ക് ഒരു കട്ടില് മേടിച്ചു, ബെഡ് മേടിച്ചു. അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇടാൻ സമയം കിട്ടിയില്ലായിരുന്നു. അതായത് ലച്ചു നമ്മൾ ചെറിയ കാര്യം പോലും പറയുന്നത് നമുക്ക് അത് അത്ര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊന്നും ഇല്ലാത്തടത്ത് നമുക്കിപ്പോ ചെറിയ ചെയ്യുമ്പോൾ ഭയങ്കര. അതെ അതെ. പിന്നെ ഇടയ്ക്ക് ഒരു കുറെ പൈസയൊക്കെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഓർത്തു എല്ലാം സെറ്റായി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനൊന്നും അല്ല ലൈഫ്. കുറെ കഴിയുമ്പോൾ നമ്മളെ അതിൽ നിന്നെല്ലാം നമ്മൾ പിന്നെ സീറോയിലോട്ട് പോയി. ഒന്നും ഇല്ലായ്മ, വീടില്ല, വാടകയ്ക്കായി, ഒന്നുമില്ലല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്ന് ഇന്നിപ്പോ ഓരോ ചെറിയ ഐറ്റംസ് മേടിക്കുമ്പോൾ നമുക്കത് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ചിറ്റാമയ്ക്ക് ഒരു നല്ലൊരു കട്ടിൽ, നമ്മുടെ കട്ടിലിന്റെ വലിപ്പമുള്ള ഒരു കട്ടിൽ മേടിച്ചു, നമ്മുടെ സെയിം മെത്ത മേടിച്ചു. കാരണം ലച്ചുകുട്ടി രണ്ടുപേരും കിടക്കുമ്പോൾ ചിറ്റാമ ഇങ്ങനെ വളഞ്ഞ് കിടക്കണം, അത് പാടാ. ലച്ചുകുട്ടി അവിടെ കിടക്കത്തുള്ളൂ. ഇപ്പൊ ഓക്കെ ആയി, ചിറ്റാമ കംപ്ലീറ്റ്ലി ക്യൂർ ആയി. ലച്ചുകുട്ടി ചിറ്റാമ്മ അടുത്തോട്ട് തന്നെ പോയി കേട്ടോ. അവിടെ കിടക്കത്തുള്ളൂ അവള്. കുറച്ച് ദിവസമൊക്കെ ഞാൻ ഇവിടെ ബലമായിട്ട് പിടിച്ചൊക്കെ കിടത്തി. പക്ഷെ രാത്രി കിടന്നു ആയി. അത് രാവിലെ ഉള്ളൂ, രാവിലെ ആണെങ്കിൽ വാവയുടെ അടുത്ത് കിടക്കും. അങ്ങനെ. അപ്പം എല്ലാരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, നല്ല സുഖമായിട്ടിരിക്കുന്നു. അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്, അമ്മയ്ക്ക് എല്ലാ ദിവസവും ഡ്യൂട്ടി ഉണ്ട്. എല്ലാരും ബിസിയാണ്, എല്ലാരും ജോലി, എല്ലാരും കാര്യമായിട്ട്. അതെ അതെ. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ചങ്ങനാശ്ശേരിയിലെ പാറേപ്പള്ളിയുടെ മുന്നിൽ നിന്നാണ് നമ്മൾ കട്ടിലൊക്കെ മേടിച്ചത്. അത് ഞാൻ വീഡിയോ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പാറേപ്പള്ളി നല്ല ഭംഗിയായിട്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി തന്നെയാണ്, ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, നല്ല ഭംഗിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരി പിന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേഡിയം ഒക്കെ ഓപ്പൺ ചെയ്യുന്നു, വലിയ നാഷണൽ ലെവൽ സ്റ്റേഡിയം ഓപ്പൺ ചെയ്തു ചങ്ങനാശ്ശേരിയിൽ. ഫ്ലൈ ഓവർ വരാൻ പോകുന്നു. എല്ലാം ഒത്തിരി മാറ്റങ്ങളുണ്ട് ചങ്ങനാശ്ശേരിയിലാണേലും, ബിസിനസ് മേഖലയിലാണേലും. എല്ലാവരും ഇപ്പം എംലോഫ്റ്റ് ജോയൽ എന്ന് പറയുന്ന ആള് നമ്മുടെ കുറച്ച് അപ്പുറത്തോട്ടാണ് കട. അവിടെ പറഞ്ഞില്ലേ സാരി എടുക്കാൻ, അവർ തിരുവനന്തപുരത്ത് തുടങ്ങി ഷോപ്പ് തുടങ്ങി. വലിയ ചങ്ങനാശ്ശേരി ഒത്തിരി അറിയപ്പെടുന്നവരൊക്കെ വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. യെസ്, അങ്ങോട്ട് പോവാം, പുറത്തോട്ട് പോവാം. വാ. കുഞ്ഞൂസ് ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇന്നലെ എടുത്താണ്, ഈ മുട്ട് വരെ ഉള്ളത് ശരിക്കും. അപ്പൊ അതുകൊണ്ട് പാൻറ് ഇട്ടേക്കാണ്. വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ്. അതെ. പിന്നെ ബാബച്ചിക്ക് വേണ്ടി അമ്മ അച്ചാറ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി, എല്ലാം പാക്ക് ചെയ്ത് ഇന്നിപ്പോ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതുകൊണ്ട് ബാക്കി സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ട് പാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലിന്നും ഇതെല്ലാം എടുത്തോണ്ട് വന്ന് കുറച്ച് സാധനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള പലഹാരമായിട്ടുള്ള പറഞ്ഞ് കർത്തലുവ, പിന്നെ വെക്കുക ഒന്നും വേണ്ട അവർക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എന്താ ഇവിടുന്ന് കൊണ്ടുപോകണം അങ്ങനെ ഒന്നുമില്ല. കുറച്ച് ചിപ്സ്, കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോ പേടിയ കുറച്ച് ചിപ്സ്, ഇത് ചക്കവറുത്ത് അങ്ങനെ സാധനമൊക്കെ മാത്രം എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം കൂടെ നല്ലെടുത്തൊന്നും കഴിക്കണം എന്ന് പറഞ്ഞു. മേടിച്ചു കൊടുക്കണം. പോകുന്നതിന് ഡേറ്റ് എടുത്തിട്ട് ഇത് ചെയ്യാം. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളോട്ടൊക്കെ പോട്ടോ. മൂത്ത ചുന്ദരി തന്നെ ഇവിടെ ഉണ്ട്. ഇന്നെന്നാ സ്കൂളിൽ പോവാനേ? നിനക്ക് സങ്കടം ഉണ്ടോ? എന്നിട്ട് ചിരിച്ചോണ്ടാണല്ലോ പറയുന്നത്. ചിരിച്ചോണ്ടാണല്ലോ, ചിരി ഉണ്ടല്ലോ മുഖത്ത്. ചിരി ഉണ്ടല്ലോ മുഖത്ത്. ദുബായിക്ക് പോകുന്നുണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ അതിന്? ചിറ്റയുടെ പാസ്പോർട്ട് നിനക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല. ഇല്ല, ഈ മുഖത്തൊരു നാണമൊക്കെ പറഞ്ഞില്ലേ, ആൻഡ്ര ഇങ്ങനെ വീട്ടിലേക്ക് കുറച്ച് അങ്ങനെയല്ല, ഇങ്ങനെ നാണം വരുന്നു ഫേസിൽ ഇങ്ങനെ. രണ്ട് നടക്കൂടി ഉണ്ട് കേട്ടോ. സൗന്ദര്യം അറിയാം ആയിഷയ്ക്ക്. രണ്ട് എക്ഷിപ്പല്ലും ഉണ്ട്. ഇനി ചോദിക്കാം എല്ലാവരോടും വിശേഷമൊക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോന്ന് മോൻ? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി.
പിന്നെ സുഖമല്ലേന്ന് ചോദിച്ചേ. ആമിക്കുട്ടീനെ എല്ലാരും മറന്നോന്ന് ചോദിച്ചേ. മറന്നുപോയി എല്ലാരും. കണ്ണ് കിറങ്ങി ഉറക്കം വന്നിരിക്കുവാണ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുന്ന ടൈം ആയി. എന്നിട്ട് ഇനി ഉറങ്ങുന്ന ടൈമാ. എങ്ങനെ ഇരിക്കുന്നു? ഇതെല്ലാം പറയുന്നുണ്ടോ അവരോട് എല്ലാരോടും? കണ്ണ് നിറയോ? കണ്ണ് നിറയോ? സങ്കടം വന്നിട്ടാണേ. ആവശ്യത്തെ പോകുന്നതിന് സങ്കടമാ. കരയോ ആച്ചിട്ട് പോകുമ്പോ? ഇല്ല, കരയോ? കരയും. ഞാൻ അവളെ കൊണ്ടുവിടുന്ന കറയല്ലോ. നിന്നെ കൊണ്ടുപോകത്തില്ലല്ലോ അതിന്. നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഞങ്ങള് പോകുന്നത്. ഒരു പാട്ട് പാടിക്കൊടുത്തേ. ഒരു പാട്ട് പാടിക്കൊടുത്തേ. സുന്ദരി എന്തോ മോനെ സുന്ദരി അല്ലേ കുഞ്ചമ്മ? പഴയ സുന്ദരി അല്ലേ? ഞാൻ പഴയതൊന്നും ഇല്ല. അപ്പൂച്ചക്ക് എപ്പോഴും കുഞ്ഞമ്മയുടെ വയറ്റിൽ കിടന്ന മാക്രേ ആരാ? എങ്ങനെ എന്നിട്ട് കറങ്ങി വയറ്റിൽ കിടന്ന് എങ്ങനെ അപ്പൊ നീയൊക്കെ വാലിമാക്രികളാണ് വയറ്റിൽ അല്ല? അയ്യേ, അവളെന്ത് ചോറ് കഴിക്കോ? പോവാ, ഞങ്ങള് പറഞ്ഞു വിടുവാ. എന്തോ അതെന്തോ അത് പെട്ടി പാക്ക് ചെയ്യുക. പെട്ടി പാക്ക് ചെയ്യാൻ പോവാന്ന് വിടുവോ? നീ ഇറങ്ങി മടി ഇറങ്ങി മടി വേണ്ടത് ഇറങ്ങി ഇങ്ങോട്ട്. പെട്ടെന്ന് ഇറങ്ങി വഴി എടുത്തേടി, അവളെ എടുത്തേടി, എന്നാലും വിടാൻ പറ്റത്തുള്ളൂ. ഇവിടെ എനിക്ക് അറിയുവാണ് ലക്ഷ്മി. നീ കരയോ? കരയോന്ന് പറ. ലക്ഷ്മിക്കുട്ടൻ കരയോ? ഇങ്ങോട്ട് നോക്ക്. തലയാട്ടി ചില പരിപാടി തലയാട്ടത്തെ ഉള്ള. എന്നിട്ട് നമ്മളെ നോക്കത്തില്ലേ? എന്നെ നോക്കിട്ട് എന്നെ നോക്ക്. എന്നിട്ടും എന്തോ ഒന്നുമില്ല. പറ. ചിറ്റ പോകുന്നാലും പറ. ദുബായിക്ക് പോകുന്നുണ്ട്. പാസ്പോർട്ട് എടുത്തോണ്ട് പറഞ്ഞു പാസ്പോർട്ട് എടുക്കണം നമുക്ക്. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പൂച്ചയും കുഞ്ചും കിടന്ന കാര്യം, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ അച്ഛയോട് പറഞ്ഞേ. ഞാൻ പോകുന്നില്ല, കുമാരിയും സൂര്യയും വിട്ടിട്ട്. പോകുന്നുണ്ടോ ദുബായിക്ക്? കൊച്ചു കരയിട്ടില്ലേ? ഇല്ല, എന്റെ മുഖത്തെടുത്ത് നോക്കിട്ടേ. മോനെ, ബാബുച്ചിട്ടനാണ് അപ്പൂച്ചനാണ് ഇഷ്ടം? ദൈവമേ, കുറച്ചും എന്നോട് പറഞ്ഞ എന്നെയാന്ന്. കുഞ്ചൂരെയാണോ ബാബുച്ചിട്ടനെയാണോ മോനെ ഇഷ്ടം? എന്നാ പൊക്കോ അപ്പൂച്ചയുടെ കൂടെ. ഞാൻ ദുബായിക്ക് പോവാ. പൊക്കോ അപ്പൂച്ചയുടെ കൂടെ. പൊക്കോ. വിടട്ടെ? എന്നെ വേണ്ട, എന്നെ ഇഷ്ടമല്ലല്ലോ. പാട്ട് പാടി. ഇവിടെ നേരെ പാട്ട് പാടിക്കേ. മുരുക നല്ല പാട്ട് പാടിയോ? ശരിക്കും പാട്. TV കാണുന്ന പാട്. നേരെ ഇങ്ങനെ കൈ നന്നായിട്ട് പാടി ഞാൻ തരുന്ന പുലിമുരുകൻ പാടും. അമ്മയുടെ എന്നെ അമ്മ പറഞ്ഞ പാടുവന്നു.
ഇവിടെ ഞാൻ ഒളിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ പുറത്തൊരുത്തുണ്ട്. ലച്ചു ലച്ചുവിനെ അരണ്ട് ഇടിച്ചപ്പോ ലച്ചു അവരോട് പറയുന്നു. എന്താ പറയുന്നു വീഡിയോ ഇരുന്ന് പറഞ്ഞു കൊടുത്തേ, ഒന്ന് പറഞ്ഞു കൊടുത്തേ, തലയാട്ടി പറഞ്ഞു കൊടുക്ക്. ആരെല്ലാം ഇടിച്ചു കഴിഞ്ഞു? ആയിഷയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കുഞ്ചുവല്ലേ? ലക്ഷ്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? കുഞ്ചുമ്മയാണോ? കുഞ്ചുമ്മയാ അത്. അപ്പൊ ഞാൻ അപ്പു ആരാ? അപ്പു. അപ്പു ആരാ മോനെ? അവിടെ നേരത്തെ അപ്പുറത്തെ നമ്മുടെ കട്ടിലേക്ക് കിടന്നില്ല ചേട്ടാ. അതായത് ഇപ്പൊ ഇവിടുത്തെ കട്ടിലേക്ക് ചേട്ടനായി കേട്ടോ. പാട്ട് പാടാനാ ലക്ഷ്മ ബൈക്ക് വെച്ചിട്ടുണ്ട്. പാട്ട് പാട്. അല്ലേ മറ്റേ പാട്ട് പാട്. എല്ലാം പറ മോനെ പറ. Are you sleeping അല്ലേ? Sleeping. Where are you? നല്ല പാട്ട് പാടി ലക്ഷ്മിയുടെ മൊത്തം കെട്ടിക്കേപ്പിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞിന് എന്നോട് ചേർക്കുള്ളൂ. എനിക്ക് മാത്രമേ ചൊല്ലിത്തരത്തുള്ളൂ. എന്താണ് ആരെ ക്ലിപ്പിംഗ് വേണ്ട. പാടിയാ മതി. ചിറ്റയുടെ പടിയുണ്ട്. ചിറ്റയുടെ പടിയുണ്ട്. ഇവിടെ പാടുന്ന പിള്ളേർ ഈടെ കാണുമ്പോ ഫ്ലൈറ്റിന്റെ കാര്യം ഈ ഷെഡ്യൂൾ ഒന്നും ആയിട്ടില്ല, ഡേറ്റ് ആയിട്ടില്ല. കുറച്ച് നാളോട് നീട്ടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പോകണമെന്നാണ് ആഗ്രഹം. ഒന്ന് പാവം ജോലിക്ക് കയറണ്ടേ അല്ലേ? ദുഃഖമൊക്കെ പെട്ടെന്ന് അവസാനം ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റാൻ നമുക്ക് ആഗ്രഹം. ഒരുപാട് വലിയ ബോക്സാണ്. ഇങ്ങനെ വേണ്ട എക്സ്ക്ലൂസീവ് ഐറ്റംസും ചേച്ചിക്കാരുടെ എക്സ്ക്ലൂസീവ് ഐറ്റംസും മേടിക്കുന്നുണ്ട്. ഒത്തിരി, അതായത് വലിയൊരു കിറ്റാണ്. 40,000 രൂപ അടുത്ത് കിറ്റാണ് എടുത്തേക്കുന്നത്. അപ്പൊ അത് പാവശ്യയുടെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചേർന്ന് സെയിം ആണ്. പിന്നെ ഇപ്പൊ പെട്ടെന്ന് കയറ്റി വിടുന്നുണ്ട, ടെൻഷൻ അല്ലേ. അപ്പൊ അവിടുത്തെ കമ്പനികൾക്ക് കുഴപ്പമില്ലല്ലോ. കാരണം നാട്ടിൽ പോയവര് ഗർഭത്തിൽ വിളിച്ചു വരുന്നത്. ആ ചേച്ചി അവിടെ 9ാം മാസം ഗർഭിണിയാണ്. ആ ചേച്ചി 10 മിനിറ്റ് നടന്ന് ജസ്റ്റ് സ്റ്റാൻഡിൽ പോയിട്ട് ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അബുദാബിയിലാണ് ചേട്ടനും. അതായത് അവിടുത്തെ എങ്ങനെയായിരുന്നു പഴയ പോലെ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ലൈഫ്. പിന്നെ ഇതൊക്കെ പോകുന്ന കാണാം, മെസ്സിലൊക്കെ പോകുന്ന കാണാം. പക്ഷെ ട്രാപ്പ് ചെയ്ത് കൊറേ തെറ്റുകാരനുണ്ട്. ശരിക്കും അവര് ഇല്ലാതാക്കുന്നതിന്റെ പാർട്സ് വന്ന് ദുബായിൽ വീഴുന്നതാണ്, അല്ലാതെ ഡയറക്റ്റ് ദുബായിലോട്ട് വിടുന്നതല്ല. അങ്ങനെ കൊറേ ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അത് കാരണം എല്ലാരും പേടിച്ചിരിക്കും. ഇപ്പൊ അമ്മയാരും പറയാം ഇത് കഴിഞ്ഞിട്ട് പോയാ ഞാൻ വേറൊരു കൺട്രീനെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞേനെ ചിലപ്പോ ഞാൻ പോകാൻ പറ്റും. പക്ഷെ ദുബായിൽ നിന്ന് 2 വർഷമായോണ്ട് എനിക്ക് അത്രയ്ക്ക് സേഫ് സ്ഥലമായിരുന്നു. റൂട്ട് മാറ്റി വിട്ട് എനിക്ക്. പക്ഷെ ദുബായിലോട്ട് ശരിക്കും ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഒമാൻ എയർ, അതുപോലെ അബുദാബി എത്തിഹാദ് അങ്ങനത്തെ ഉള്ള ഇത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മളിനി ഇതായി വരണം. ഇതൊരു എന്തായാലും ഒരു 15 ദിവസം കഴിയുമായിരിക്കും തോന്നുന്നു. അറിയത്തില്ല, കാണുമെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. ഏറെ അറിവ് പറയുവാണ്. നടന്നിട്ടില്ല. ഇവിടെ വന്നതോടുകൂടി നമ്മൾ കച്ചവടം കൂടി.
അല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ 2 ദിവസം കടന്നുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി പിന്നെ വാവച്ചിക്ക് പല്ലുവേദന എടുത്തിട്ടിരിക്കുക. കനാൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇന്ന് റോഡ്കാരൻ ചെയ്ത് 5-ാം തീയതി, അതായത് നാളെ 5-ാം തീയതി 4 ഒരാൾ ഒളിഞ്ഞു നോക്കിയിട്ട് വേദനയൊക്കെ മാറിയില്ലേ? ആ വേദനയിൽ രക്ഷപ്പെട്ടു. 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ജസ്റ്റ്. വേദനയിൽ നിന്നെല്ലാം നന്ദി, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ചിറ്റാമ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതായിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ഹോസ്പിറ്റലിൽ ഉള്ളവർക്കും വന്ന് കണ്ടുപോയവർക്കും എല്ലാവരും സർജറി കഴിഞ്ഞ ആ ഒരു ഹെർണിയുടെ സർജറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. അതെ, എല്ലാം ഇതായിട്ട് മാറി. അതെ അതെ, അത് അത്രയും ഭംഗിയായിട്ട് നടന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചിക്കൻ മേടിച്ചിട്ട് വന്നു. അതിന് സവാള അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത മാസമേ കാണിക്കാം. ഇനി എവിടെ ഇവിടെ ഇവിടെ അടുത്ത ആള് എന്താണ് വിശേഷം? അതെ, ചിക്കൻ മറക്കാൻ വിശേഷമൊക്കെ ചിക്കൻ മറക്കാൻ പറ്റും. ഇവിടുത്തെ പിന്നെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ബിസിയൊക്കെ ആയിരുന്നു. വാട്ടർ ന്യൂസിൽ ആഡ് ചെയ്തു അവാർഡൊക്കെ കിട്ടി. പൊള്ളിയാ കഴിഞ്ഞില്ല, ഇനിയുണ്ട് അടുത്ത മാസം. തിരക്കോട് തിരക്ക്. എനിക്കിവിടെ അങ്ങനെ വാട്ടർ ന്യൂസിലെ പേര് അമ്മ ചേർത്ത് തന്നെ കേട്ടോ. കാരണം എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അമ്മയ്ക്ക് മൈക്ക് പറക്കാനായിട്ട്. അപ്പൊ അമ്മ ചിക്കൻ പറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ചേട്ടനെങ്കിൽ ചോറൊക്കെ കൊടുത്തിട്ട് വല്ല. ഇനി ഞങ്ങൾക്ക് കല്ലിലോട്ട് പോണേ. ഇപ്പൊ കല്ലിന്റെ പോകണ്ടേ? ആ, ഇപ്പൊ പോണം. കല്ലിന്റെ വരെ കൊണ്ടുപോയിട്ട് എന്തെടുക്കുക? ആ അവള് നല്ലോണം പൊളിച്ചു വെക്കും. തോന്നുന്നുണ്ടോ ഇപ്പൊ വറക്കണം? അത് വൈകിട്ട് വറക്കണം. നിനക്ക് വേണം? അപ്പൊ മോനിപ്പോ വേണ്ടല്ലോ. വൈകിട്ട് മതി. ഇപ്പൊ കഴിക്കാൻ പൊടിച്ചിട്ട സവാള പിന്നെ മുറിക്കണ്ട കേട്ടോ. സവാളയുടെ തൊലിയാണ് മുറിക്കാൻ പോകുന്നത്. അവള് വെളുത്തുള്ളിയാ. വെളുത്തുള്ളിയുടെ പുറമെ നല്ലോണം പൊളിച്ചു തരും അവള്. ചോറ് തിന്നു, ചോറ് തിന്നു. ഒരു വയസ്സിൽ നിർത്തി ചോറ് തീറ്റാണ്. എങ്ങനെ ചോറ് കഴിക്കും? അല്ല ഇവിടെ എങ്ങനെ ചോറ് തീറ്റും? ഞാനിങ്ങനെ വീഡിയോ കണ്ടായിരുന്നു. 5-6 വയസ്സായിട്ട് സ്കൂളിൽ പോകുമ്പോഴും ഇതുപോലെ തന്നെ അപ്പോ ഇതൊക്കെ തന്നെ കൊണ്ടുപോകുന്നത്. ചോറ് തിന്നത്തില്ല. പക്ഷെ ഇച്ചിരൂടെ കഴിഞ്ഞപ്പോ അവര് റെഡി ആയിരുന്നു. കുറച്ച് നാളുകൊണ്ട് തന്നെ ഇനി വലിയ ക്ലാസ് ഇതൊന്നും നടക്കത്തില്ല. സ്കൂളിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാകുമ്പോൾ ഇത് വരുമ്പോ കണ്ടോണോ ആമിക്ക് ചോറ് തന്നെ തന്നു കൊടുത്തുള്ളൂ. ബിരിയാണി അങ്ങനെയുള്ളത് ഇതൊക്കെ തന്നെ. ഇത് ഇന്ന് ഈ കൊടുത്തു നീ അപ്പം ദോശ. ഇപ്പൊ ദോശയൊക്കെ ഇടില്ല. ദോശ, പൊറോട്ട അങ്ങനെ പാവം ഇപ്പോഴും ദോശ. ദോശ ഇഷ്ടം അവൾക്ക്. അവൾക്ക് ദോശ ഇഷ്ടം. ചേട്ടായിക്കും ദോശ ഇഷ്ടം. എന്താണ് ഇഷ്ടം? വേണ്ട, നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ആള് കേട്ടോ ഇവിടെ ഉണ്ടേ. ചാടണ്ട ഇങ്ങോട്ട്. ഒരുത്തിയാണേല് അവളുടെ പുറത്ത് കയറ്റമാണ് ഇവളുടെ പരിപാടി. എന്ത് നിഷ്കുവാന്ന് നോക്കി. പെൺപിള്ളാരുടെ മുടി പോലെയാണ് കേട്ടോ അവളുടെ ചെവിയിലെ മുടി. താഴെ വരെ വളരുവേ. മിക്കി വാ. മിക്കി ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടേ. നമുക്ക് വേണ്ട. ഇതെപ്പോ വന്നു എൻ്റെ അടുത്ത്? ഇതെപ്പോ വന്നു എന്നെ ഇവിടെ?
അയ്യോ അങ്ങനെ ചിരിക്കാതെ. അപ്പം ആവശ്യത്തെ ചാച്ചുത്തിലോട്ട് കൊണ്ടുപോവാണേ പല്ലിൻ്റെ, എന്നിട്ട് കൊണ്ടുവരാവേ കേട്ടോ. അരച്ചിട്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടേ. ഹാപ്പി ആയോ? സന്തോഷമായോ? ഇന്നിപ്പോൾ ചോറുണ്ടോ? വാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. കസാരയിലാണോ ഇരിക്കുന്നേ? അങ്ങനെ ഇരിക്കണ്ട. ഇതാരത്? ശരിക്കും ഇതിനടിയിലത്തെ പാൻറ് ഇടണ്ടാത്തതാണ്. പിന്നെ ഇവിടെ അമ്മച്ചി വഴക്ക് പറഞ്ഞു. അങ്ങോട്ട് പോക്കെ. മിക്ക ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ അവള് മടി കയറിയിരിക്കണം. അപ്പൊ ഈ ഡ്രസ്സിനകത്ത് ഫുള്ള് രോമാവും കേട്ടോ. എടി ഇത് നോക്കിയടി എന്നെ മടി കയറിയിരിക്കുന്നേ. അപ്പൂച്ചിയുടെ പൊന്ന് ഞാനാന്ന് പറയുന്നടി. ആണോ എടി അച്ചു? പിന്നെ ആരാ? അയ്യോ എനിക്ക് മാത്രം ഉമ്മാന്ന്. ഇതാ എന്റെ പൊന്ന് പോടി. മോനാ എന്റെ ലിപ്സ്റ്റിക്ക് തിരിച്ചാടി. ടാറ്റ പറ എല്ലാരും ടാറ്റ പറ. എല്ലാവർക്കും ടാറ്റ പറ. അടുത്ത ദിവസം കാണാൻ ഉടനെ കാണാം കേട്ടോ. അധികം വൈകാതെ വീഡിയോ ഇടാവേ. ആവശ്യത്തിനകത്തുണ്ട് എന്തെങ്കിലും ആമിച്ചിനെ കഴിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ടാറ്റ പറഞ്ഞു ഇവിടെ ടാറ്റ പറഞ്ഞിട്ട് പോയി കട്ടാക്കി കേട്ടോ. ആമിച്ച് സഹായിച്ചോണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ടാറ്റ പറഞ്ഞപ്പോ അവള് പോയി കട്ടാക്കി.